ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ ഹൗസ് വൈസ് ഈവൻറ്റ് സെലക്ഷൻ സെക്കൻഡ് ഡേ ആയിരുന്നു. ഇന്ന് ഞങ്ങൾ ഗാബ്രിയൽ ഹൗസിന് ത്രോ ഈവൻറ്റ്സ് ആയിരുന്നു. ബ്രദർ ഒരു സ്പോർട്സ്മാൻ ആയതുകൊണ്ട് എല്ലാ ഹൗസിനെയും എൻകറേജ് ചെയ്തുകൊണ്ടിരുന്നു. ഷോർട്ട് പുട്ട് അതിൻ്റെ റൂൾ അനുസരിച്ച് എങ്ങനെയാണ് കറക്റ്റ് എറിയുന്നതെന്നൊക്കെ പിള്ളേരെ കാണിച്ചു കൊടുത്തു. അങ്ങനെ കുട്ടികളൊക്കെ എനർജൈസ്ഡ് ആയി ഷോർട്ട് പുട്ട് എറിയാൻ കാത്തിരിക്കുകയാണ്. ടീച്ചേഴ്സ് പിള്ളേരുടെ കാറ്റഗറി അനുസരിച്ച് അവരെ ലൈനായിട്ട് ഇരുത്തി. ഞങ്ങൾ ആദ്യം സീനിയേഴ്സിനുള്ള ഷോർട്ട് പുട്ടാണ് തുടങ്ങിയത്. അങ്ങനെ പിള്ളേർ 1 by 1 ഷോർട്ട് പുട്ട് എറിയുന്നു. ടീച്ചേഴ്സ് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നു. ഇതേ സമയം ലൂയി ഹൗസിലെ ട്രാക്ക് ഈവൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണേ. അവരിന്ന് മെയിൻലി 100 മീറ്റേഴ്സ് റേസും 50 മീറ്റേഴ്സ് റേസുമാണ് കണ്ടക്ട് ചെയ്തത്. കാറ്റഗറി അനുസരിച്ച് പിള്ളേർ നല്ല ഊർജ്ജസ്വലരായി ഓടുകയാണ്. സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പിള്ളേരെല്ലാം 100% എൻജോയ് ചെയ്യും. അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞങ്ങളുടെ പിള്ളേർ ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് പാർട്ടിസിപ്പൻസിനെ എൻകറേജ് ചെയ്യുകയാണ്. ഞാനും ആ കൂട്ടത്തിൽ കൂടി. ഇതേ സമയം മോൺഫോർട്ട് ഹൗസ് കിഡ്ഡീസിന് സ്റ്റാൻഡിങ് ജമ്പ് കണ്ടക്ട് ചെയ്യുകയായിരുന്നു. ടീച്ചേഴ്സ് പിള്ളേരെ നല്ലപോലെ എൻകറേജ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ കിഡ്ഡീസിന് ബോൾ ത്രോ കണ്ടക്ട് ചെയ്തു. അങ്ങനെ പിള്ളേരെ ലൈൻ നിർത്തി ചാൻസ് അനുസരിച്ച് എറിയിപ്പിച്ചു. ചില കുഞ്ഞുങ്ങളൊക്കെ സൂപ്പറായിട്ട് എറിയുന്നുണ്ടായിരുന്നു കേട്ടോ, വളരെ ദൂരത്തിൽ എറിഞ്ഞു. ഈ സമയത്തെല്ലാം 3 ഹൗസസിലെയും കുട്ടികൾ ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ഫ്ലാഗ് വീശിക്കൊണ്ട് അവരവരുടെ ഗ്രൂപ്പുകളെ എൻകറേജ് ചെയ്തുകൊണ്ടേയിരുന്നു. പാർട്ടിസിപ്പൻസിനെ കഴിഞ്ഞും കൂടുതൽ അവരായിരുന്നു എൻജോയ് ചെയ്തത്. അങ്ങനെ ഇന്നത്തെ സ്പോർട്സ് ഇവൻറ്റ് കഴിഞ്ഞു. ഇന്നും ലാസ്റ്റ് 2 പീരീഡ്സ് ആയിരുന്നു കേട്ടോ സ്പോർട്സ് ഇവൻറ്റ്. അങ്ങനെ ലൈനായിട്ട് കുട്ടികൾ അവനവൻ്റെ ക്ലാസ്സുകളിലേക്ക് സന്തോഷത്തോടെ പോയി.